നിങ്ങളിപ്പോൾ എത്ര വലിയ കഷ്ടതയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ആ അവസ്ഥയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിച്ച് ഈ ഒരു വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. അസാധ്യമെന്ന് വിചാരിക്കുന്നവ സാധിക്കുവാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ജെറേമിയ 32 അധ്യായം 27 തിരുവചനം. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നരുളി ചെയ്ത കാരുണ്യവാനായ ദൈവമേ, എന്റെ ഈ ആവശ്യം അങ്ങ് സാധിച്ചു തരണമേ. ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ നിയോഗം കർത്താവിന്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിലും നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഞാൻ എന്റെ ആവലാതികൾ ചൊരിയുന്നു. എന്റെ ദുരിതങ്ങൾ ഞാൻ അവിടുത്തെ മുമ്പിൽ നിരത്തുന്നു. കർത്താവേ, അങ്ങ് എന്റെ ദൈവമാകുന്നു. ഞാൻ തളരുമ്പോൾ എന്റെ വഴി അങ്ങ് അറിയുന്നു. ഞാൻ നടക്കുന്ന വഴിയിൽ അവരെനിക്ക് കെണിവച്ചിരിക്കുന്നു. വലതുവശത്തേക്ക് നോക്കി ഞാൻ കാത്തിരിക്കുന്നു. എന്നാൽ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഒരു രക്ഷാകേന്ദ്രവും എനിക്ക് അവശേഷിക്കുന്നില്ല. ആരും എന്നെ പരിഗണിക്കുന്നുമില്ല. കർത്താവേ, അങ്ങ് എന്റെ ദൈവമാകുന്നു. കർത്താവേ, ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു. അങ്ങാണ് എന്റെ അഭയം. ജീവിക്കുന്നവരുടെ ദേശത്തുള്ള എന്റെ അവകാശം എന്ന് ഞാൻ പറഞ്ഞു. എന്റെ നിലവിളി ശ്രദ്ധിക്കണമേ. എന്തെന്നാൽ ഞാൻ അങ്ങേയറ്റം തകർക്കപ്പെട്ടിരിക്കുന്നു. പീഡിപ്പിക്കുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അവർ എന്റെ ശക്തിക്ക് അതീതരാണ്. കർത്താവേ, അങ്ങ് എന്റെ ദൈവമാകുന്നു. തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഞാൻ അങ്ങയുടെ നാമത്തിന് നന്ദി പറയട്ടെ. നീതിമാന്മാർ എന്റെ ചുറ്റും സമ്മേളിക്കും. എന്തെന്നാൽ അവിടുന്ന് എന്നോട് ദയ കാണിക്കും. കർത്താവേ, അങ്ങ്
എന്റെ ദൈവമാകുന്നു. കർത്താവേ, ഞാൻ എടുക്കുന്ന ഓരോ ശ്വാസവും അങ്ങയിൽ നിന്നുള്ള സമ്മാനമാണ്. നന്ദിയല്ലാതെ മറ്റൊന്നുമില്ല. ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരമായി ഈ ദിവസത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് എന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ടെന്നും അതൊരിക്കലും എനിക്ക് നിരാശ നൽകുന്ന ഒന്നല്ല എന്നും ഞാൻ അറിയുന്നു. ഇന്നലെ വരെയുള്ള എന്റെ ദിവസങ്ങൾ പരാജയങ്ങളും സങ്കടങ്ങളും നിറഞ്ഞതായിരുന്നു. ഇന്ന് മുതൽ എല്ലാത്തിലും എനിക്ക് മാറ്റം നൽകണമേ പിതാവേ. പുതിയ അവസരങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കണമേ. എന്നെ നിലനിർത്തുന്ന അങ്ങയുടെ ശക്തിക്കും എന്നെ നയിക്കുന്ന അങ്ങയുടെ ജ്ഞാനത്തിനും എന്നെ നിറയ്ക്കുന്ന അങ്ങയുടെ സമാധാനത്തിനും ഞാൻ മുൻകൂട്ടി നന്ദി പറയുന്നു. പുതിയ അവസരങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ സങ്കടങ്ങളെ തുടച്ചു മാറ്റണമേ. സന്തോഷത്തിന്റെ നിറമുള്ള പുഷ്പങ്ങൾ എന്റെ ജീവിതത്തിൽ വിരിയിക്കണമേ. കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മീയവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു. അവയ്ക്ക് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങ് വാസമുറപ്പിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും വ്യാപാരങ്ങളും അങ്ങ് നിയന്ത്രിക്കണമേ. വിശ്വാസത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ. പരസ്പര സ്നേഹവും ബഹുമാനവും ഞങ്ങൾക്ക് നൽകണമേ. ഭിന്നതയും കലഹവും ഉണ്ടാകാതെ സമാധാനത്തിലും ഐക്യത്തിലും ഞങ്ങളെ നയിക്കണമേ. കർത്താവേ, കനിയണമേ. മിശിഹായേ, കനിയണമേ. കർത്താവേ, കനിയണമേ. മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പിതാവിനോടും പുത്രനോടും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഭൂമുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ
വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പന്തക്കുസ്ത ദിവസം ശ്ലീഹാന്മാരുടെ മേൽ ആവസിച്ച് അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. യേശുവിന്റെ സാക്ഷികളാകാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരുവചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സഭയിൽ നിരന്തരം വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, വിശുദ്ധീകരിക്കണമേ. പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ ശക്തി തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് പാപബോധം തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് നീതിബോധം തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ന്യായവിധിയെക്കുറിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ ആനയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് സമൃദ്ധമായി ജീവൻ തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ബോധജ്ഞാനത്തിന്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ബുദ്ധിയുടെ ദിവ്യപ്രകാശമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിവേകത്തിന്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആത്മശക്തിയുടെ കതിരുകളേകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അറിവിന്റെ പ്രകാശമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഭക്തിയുടെ ചൈതന്യമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവഭയത്തിന്റെ പ്രദീപമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശ്വാസത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രത്യാശയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സ്നേഹത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സന്തോഷത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സമാധാനത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. എളിമയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സൗമ്യതയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ക്ഷമയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ.
ആത്മസംയമനത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നന്മയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദയയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഐക്യത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധിയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശ്വസ്തതയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവമക്കളുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരുസഭയുടെ സംരക്ഷകനെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവകൃപയുടെ ഉറവിടമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വേദനകളിൽ ആശ്വാസമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിത്യമായ പ്രകാശമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ജീവന്റെ ഉറവയെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആത്മാവിന്റെ അഭിഷേകമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സന്തോഷമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രവാചകന്മാരുടെ പ്രചോദനമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അപ്പൊസ്തലന്മാരുടെ അധ്യാപകനെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. രക്തസാക്ഷികളുടെ ശക്തി കേന്ദ്രമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സകല വിശുദ്ധരുടെയും ആനന്ദമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കരുണാമയനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കനിയണമേ. കരുണാമയനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണാമയനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിനോടും പുത്രനോടും സമനായ ദൈവവും സകലത്തെയും പവിത്രീകരിക്കുന്ന ആശ്വാസദായകനുമായ പരിശുദ്ധാത്മാവേ, അങ്ങേ ദാസനായ ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങ് നിറയ്ക്കണമേ. അങ്ങ് ഉന്നതനായ ദൈവത്തിന്റെ ദാനവും ജീവനുള്ള ഉറവയും അഗ്നിയും സ്നേഹവും ആത്മീയാഭിഷേകവുമാകുന്നു. അങ്ങ് പിതാവിന്റെ വാഗ്ദാനവും 7 വിധ ദാനങ്ങളോടും കൂടിയവനുമാകുന്നു. അങ്ങേ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ സമ്പന്നരാക്കണമേ. വിചാരങ്ങളിൽ നൈർമല്യവും സംസാരത്തിൽ വിനയവും പ്രവൃത്തികളിൽ വിവേകവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ക്ലേശങ്ങളിൽ സ്ഥൈര്യവും സംശയങ്ങൾ അകറ്റാൻ വിശ്വാസവും ജീവിത നൈരാശ്യങ്ങളിൽ പ്രത്യാശയവും മറ്റുള്ളവരിൽ അങ്ങേ ദർശിക്കാൻ സ്നേഹവും ഞങ്ങൾക്കു നൽകണമേ. സർവശക്തനായ ദൈവത്തോടും ഏകജാതനായ പുത്രനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങേക്ക് സ്തുതിയും മഹത്വവും കൃതജ്ഞതയും എന്നെന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.